സംഘർഷാവസ്ഥ അവസാനിക്കാത്ത ഗസ മേഖലയിലേക്ക് ഇനി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി എത്തുമോ എന്നാണ് പുതിയ ചോദ്യം ഉയരുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ജോർദാനിലെ അബ്ദുള്ള രാജാവിൻ്റെ പത്നിയായ റനിയ രാജ്ഞി ഇറ്റലിയിലേക്ക് എത്തിയിരുന്നു. ഇറ്റലിയിലെത്തുകയും പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തു. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്തത് അല്ലെങ്കിൽ അവർ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. അപ്പോൾ ഗാസയിലെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവർക്ക് ആഹാരം കിട്ടുന്നില്ല, വെള്ളമില്ല, മരുന്നില്ല, ശരിയായ പാർപ്പിട സൗകര്യങ്ങളില്ല. ഇതൊക്കെ തന്നെ റെനിയ രാജ്ഞി ഈ ജോർജിയ മെലോനി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. അപ്പം റോമിലേക്ക് എത്തിയ രാജ്ഞിയെ ഇറ്റലിയിലെ വില്ലാഡോറിയ ഫാമിലിയിൽ വെച്ചാണ് സ്വീകരിച്ചത്. വലിയ സ്വീകരണമൊക്കെയാണ് നൽകിയത്. ആ സ്വീകരണ ചടങ്ങിന് ശേഷം ഇത്തരത്തിൽ ഈ പറയുന്ന ജോർദാനിലെ രാജ്ഞി ഇത്തരം നിലപാടുകൾ എടുക്കുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി ലോകം ഉറ്റുനോക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ ഗസയും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ട്രംപും നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ തന്നെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായ ഇമ്മാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഭരണാധികാരി ഫത്തേഹ് അൽ അസീസി, ജോർദാൻ രാജാവ് അബ്ദുള്ള, ഇവരുമായിട്ടും ഒരു ടെലിഫോൺ കൂടിക്കാഴ്ച, ഒരു സംഭാഷണം ഈ സമയത്ത് തന്നെ ട്രംപ് നടത്തി. അപ്പോൾ തന്നെ ഈ മാക്രോൺ ഏതാണ്ട് ഗാസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഗാസയിൽ ശാശ്വത സമാധാനം പുലർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു നിലപാട് കൈക്കൊള്ളുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അതേ സമയത്ത് ആ ചർച്ചയിൽ ജോർദാൻ രാജാവും ഉണ്ടായിരുന്നു. അപ്പോൾ റനിയ രാജ്ഞി ഇപ്പോൾ ഇറ്റലിയിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനെ ഇതുമായിട്ട് ആളുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഇപ്പം റനിയ രാജ്ഞി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പലസ്തീനിൽ 39,000-ത്തിലധികം കുട്ടികൾക്കാണ് 2023 ഒക്ടോബറിന് ശേഷം പേരൻസിനെ നഷ്ടപ്പെട്ടത്. അതായത് 39,000-ത്തിലധികം കുട്ടികൾക്ക് ഒന്നുകിൽ അച്ഛനില്ലാതെയായി, അല്ലെങ്കിൽ അമ്മയില്ലാതെയായി. ചില കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി. അപ്പോൾ അതൊരു വലിയ ദുരന്തമാണ്. ഇതൊക്കെ ജോർജിയ മെലോനിയുടെ അടുത്ത് പറയുകയാണ്. ഇത് പറയാൻ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇറ്റലി വലിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ജോർദാനും നൽകുന്നുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, കുടുംബാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പണം ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് റാനിയയും അതുപോലെ തന്നെ ജോർജിയ മെലോനിയും ചേർന്ന് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സഹായങ്ങളൊക്കെ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ പലസ്തീനും അതുപോലെ തന്നെ ഇസ്രയേലും അമേരിക്കയും ഒക്കെ നടത്തുന്ന ചർച്ചകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ ഇറ്റലി പതുക്കെ രംഗപ്രവേശനം ചെയ്യണമെന്നാണ് ഈ റനിയ രാജ്ഞിയുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹമാസിൻ്റെ കയ്യിലെ ബന്ദികളെ വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത് കഴിഞ്ഞ മെയ്യിൽ ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ചില നിലപാടുകൾ കഴിഞ്ഞ വർഷം മെയ്യിൽ ജോർജിയ മെലോനി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഈ പലസ്തീൻ പ്രധാനമന്ത്രിയായ മുഹമ്മദ് മുസ്തഫയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് പറഞ്ഞത് ഈ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഭീകരരായ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മുഴുവൻ വിട്ടയക്കണം, അതുപോലെ തന്നെ ശാശ്വതമായ ഒരു വെടിനിർത്തൽ കരാർ മേഖലയിൽ ഉണ്ടാവണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രവുമല്ല, ഒരു ദ്വിരാഷ്ട്ര കരാർ അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര പദ്ധതി അതിലേക്ക് നമുക്ക് ആലോചിക്കാമെന്നും മെലോനി പറഞ്ഞിരുന്നു. മാത്രമല്ല, അതിനു വേണ്ട രാഷ്ട്രീയ നേതൃത്വം അവിടെ രംഗത്ത് വരണം. അപ്പോൾ അന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ഈ ജോർദാൻ രാജ്ഞി ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനിയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് ഇവിടെ സംശയം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലമായി UN ഫുഡും മെഡിസിനും വാട്ടറും ഒക്കെ ആയിട്ട് ഗാസയിലേക്ക് പോകുമ്പോൾ ഈ ഗസയിലേക്ക് വരുന്ന ട്രക്കുകൾ മുഴുവൻ ഹമാസ് ഭീകരർ തട്ടിയെടുക്കുന്നു. എന്നിട്ട് അവർ ഈ ആഹാര സാധനങ്ങളും മരുന്നും വെള്ളവും എല്ലാം തട്ടിയെടുത്തതിന് ശേഷം അവരുടെ നേതാക്കൾക്കും അവരുടെ ഈ തീവ്രവാദ പ്രവർത്തകർക്കും വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കി ഇസ്രയേലും അമേരിക്കയും പറഞ്ഞു, ഇനി ഞങ്ങൾ അത്തരത്തിലുള്ള ട്രക്കുകൾ അങ്ങോട്ട് വിടണോ വേണ്ടോ എന്ന് ആലോചിക്കും. അതുകൊണ്ട് തന്നെയാണ് റഫ ബോർഡറിൽ ഇപ്പോൾ ധാരാളം ട്രക്കുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ട്രക്കുകളെ അങ്ങോട്ടേക്ക് കടത്തി വിടണമെന്നാണ് റനിയ രാജ്ഞി ഈ മെലോനിയെ കൊണ്ട് പ്രഷർ ചെലുത്തി ചില നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതെന്നാണ് ലോകം കരുതുന്നത്. എന്തായാലും ഇസ്രയേൽ അതിന് അനുവദിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇസ്രയേലിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ ഗസയിലേക്ക് പോകാൻ ആളുകൾക്ക് വന്നിറങ്ങാൻ പറ്റൂ. അതായത് ഇസ്രയേൽ വന്ന് വിമാനം ഇറങ്ങിയതിന് ശേഷം വേണം ഗസയിലേക്ക് പോകാൻ. അപ്പോൾ റനിയ രാജ്ഞിയും ഈ പറയുന്ന ജോർജിയ മെലോനിയും ഒക്കെ ഗാസയിലെ ജനങ്ങൾക്ക് സഹായം നൽകാൻ, അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വന്നാൽ ഇസ്രയേൽ എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല, UN പോലും ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു മേഖലയിലേക്കാണ് ഇറ്റലിയുടെ സഹായം വേണം, നമുക്ക് ആ കാര്യത്തിലൊക്കെ കൂടുതൽ ഇടപെടലുകൾ നടത്തണമെന്നൊക്കെ തന്നെ ഈ റനിയ രാജ്ഞി ഇപ്പോൾ പറയുന്നത്.
ലോകത്ത് തന്നെ ഒരു വലിയ ലീഡറാകാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ചില നിലപാടുകളുമായി മുന്നോട്ട് വന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും അതിന് വലിയ പരിഗണനയൊന്നും കൊടുത്തില്ല. ആ ഉദ്യമം പരാജയപ്പെട്ടു. അതിനുശേഷം ഇറ്റലിയെ രംഗത്തേക്ക് ഇറക്കാനായിട്ടുള്ള അടുത്ത ഒരു നീക്കമാണ് നടക്കുന്നത്. എന്തായാലും ഈ ഒക്ടോബർ 7-ന് ശേഷം ഉണ്ടായ ആക്രമണ പരമ്പരകളെല്ലാം തന്നെ അവരെ ഹമാസിനെ ഒരു വലിയ തീവ്രവാദ സംഘടനയായിട്ട് തീവ്രവാദ ശക്തികളായിട്ട് തന്നെയാണ് കരുതുന്നത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ വംശഹത്യക്കെതിരെ പോരാടുന്ന സായുധ സംഘമാണ്, ഞങ്ങളെ അതുകൊണ്ട് തീവ്രവാദികൾ എന്ന് വിളിക്കരുത് എന്നാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ലോകം ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. കാരണം ഹമാസിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് പാലസ്തീനിൽ ഇപ്പോഴും സമാധാനം പുലരാത്തത്. മാത്രമല്ല പലസ്തീൻ ജനത വളരെ കൃത്യമായിട്ട് രംഗത്ത് വന്ന് പറഞ്ഞു, ഈ ഭീകരവാദികൾ ഇവിടെ വന്നതോടുകൂടിയാണ് ഞങ്ങളുടെ സമാധാനപൂർണ്ണമായ ജീവിതം തകർത്തെറിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളെ അശാന്തിയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് ഈ ഹമാസ് ഭീകരർ ഇവിടെ വിട്ടുപോകണം. അതോടുകൂടി അപകടം മണത്ത ഹമാസ് ഒരു വെടിനിർത്തൽ കരാറിന് ഉൾപ്പെടെ ഇസ്രയേലുമായി ശ്രമിക്കുന്നു. പക്ഷേ ഇസ്രയേൽ ഗസയിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം ഇസ്രയേൽ അവിടെ നടത്തുന്നു. ഏതാണ്ട് 30ഓളം പേരാണ് ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ അവിടെ ഷെജയ്യ ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട്, ഹമാസിൻ്റെ തന്നെ. ഇതിൻ്റെ തലവനായിട്ടുള്ള ഹെസ്തം റസാഖ് അബ്ദുൽ കരീം കൊല്ലപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെടുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട 11ാമത്തെ നേതാവാണ്. ഇയാളാണ് ഈ ഇസ്രയേലിൻ്റെ നേരെ ആക്രമണം നടത്തിയതിന് ശേഷം ഒളിവിലിരുന്ന ഹമാസ് റോക്കറ്റ് ആക്രമണവും അതുപോലെ തന്നെ ഈ വ്യോമാക്രമണവും ഒക്കെ നടത്തിയ സമയത്ത് അതിന് നേതൃത്വം നൽകിയതും. ഇത്തരത്തിലുള്ള ഇയാളെ പിടികൂടാനായിട്ട് IDF കുറച്ച് കാലമായി ശ്രമം നടത്തിയായിരുന്നു. ഇന്നലെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വ്യോമാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുകയാണ്. മറ്റൊരു പ്രധാന കാരണം അവിടുത്തെ കിൻഡർ ഗാർട്ടൻ അതുപോലെ തന്നെ സ്കൂളുകൾ എന്നിവയുടെ അടിയിൽ കൂടെ പോലും വലിയ തുരങ്കങ്ങൾ ബങ്കറുകളൊക്കെ നിർമ്മിച്ചത് ഇപ്പോൾ ഇസ്രയേൽ കണ്ടെത്തി. ചുരുക്കം പറഞ്ഞാൽ ഏതാണ്ട് 25% തുരങ്കങ്ങൾ മാത്രമേ ഇപ്പോഴും ഈ ഹമാസ് നിർമ്മിച്ചത് എന്ന് കരുതി ഇസ്രയേലിന് കണ്ടെത്താനോ നശിപ്പിക്കാനോ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 75% ഈ പറയുന്ന ബങ്കറുകൾ ഇപ്പോഴും ഇസ്രയേലിലുണ്ട്. ഇവിടെ അതിൻ്റെ നേതാക്കളൊക്കെ സുഖലോലുപരായി കഴിയുന്നു. ആധുനിക സംവിധാനങ്ങളെല്ലാം അതിലൊരുക്കുന്നു. ഒപ്പം പിടിച്ചുകൊണ്ടുപോകുന്ന ബന്ദികളെയും ഇതിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പലസ്തീൻകാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം 50,000-ഓളം ആളുകളാണ് പലസ്തീനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. 1,00,000-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ഇതിൽ കുട്ടികൾ, സ്ത്രീകൾ എന്നിവരൊക്കെ തന്നെ മരിച്ചവരുടെ എണ്ണമാണ് 10,000-ന് മുകളിൽ പോയി. അപ്പോൾ ഇതിനെല്ലാം കാരണം ഹമാസാണ്. ഈ ഹമാസ് എവിടേക്കാണ് ബങ്കർ നിർമ്മിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായി കണ്ടെത്താൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. ഇനി മറ്റൊരു പ്രശ്നം, ഈ ഇസ്രയേലിൽ തന്നെ കഴിയുന്ന ചില അറബ് ഇസ്രയേലികളുണ്ട്. ഇവരുടെ നിലപാടുകൾ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം 6 അറബ് ഇസ്രയേലികളെ പിടികൂടി. ഈ അറബ് ഇസ്രയേലികൾ തുർക്കിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ കൈപ്പറ്റിയതിന് ശേഷം ഹമാസിന് പണം നൽകുന്നു. അപ്പോൾ അവിടെയും ഒരു കള്ളക്കളിയാണ് നടത്തുന്നത്. ഇനി ഇവരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ US ഒക്കെ നിലപാടെടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഇറാനാണ് സാമ്പത്തിക സഹായം നൽകുന്നതെങ്കിൽ ഇറാന് നേരെ അമേരിക്ക വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ USO ഇസ്രയേലോ ഇറാനെ ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാൻ കുറച്ച് മിസൈലൊക്കെ കൊണ്ട് ഇപ്പോൾ ഇറാഖിൽ വെച്ചിരിക്കുകയാണ്. ഇറാഖിലെ 4 മിലിഷ്യകൾക്ക് എല്ലാ സഹായവും ചെയ്തിരുന്ന ഇറാനെ ഇപ്പോൾ അവർ തിരിച്ച് സഹായിക്കുന്നില്ല. അറബ് രാജ്യങ്ങളും സഹായിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒന്നും പിന്തുണ ഇറാന് ലഭിക്കുന്നില്ല. എങ്കിലും ചില ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ സഹായം ഇറാഖിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ടാണ് ഇവർ റോക്കറ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്നും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഒക്ടോബർ 7-ന് അറ്റാക്കിന് നേതൃത്വം നൽകിയതോടുകൂടിയാണ് ഹമാസ് പലസ്തീൻ ജനതയുടെ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിനെല്ലാം തന്നെ കോട്ടം വരുത്തിയത്. അതുകൊണ്ടാണ് അന്ന് അതിന് നേതൃത്വം നൽകിയ ഈ പറയുന്ന ഷെജയ്യ ബറ്റാലിയൻ്റെ തലവനെ സെയ്തം റസാഖ് അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയത്. ഇതോടുകൂടി മേഖലയിലെ നേതാക്കളുടെ എണ്ണം കുറയുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങളുമായിട്ട് വീണ്ടും ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അമേരിക്ക അവരെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ B-2 ബോംബർ വിമാനങ്ങളുമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ അമേരിക്കയും തയ്യാറെടുത്ത് നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഗസയിൽ സമാധാനം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ജോർജ് മെലോനിയെ സ്വാധീനിക്കാനായിട്ട് ഇപ്പം ഈ ജോർദാനിലെ രാജ്ഞി റാനിയ ശ്രമിക്കുന്നത്. അപ്പോൾ റാനിയയുടെ ശ്രമം എങ്ങനെയെങ്കിലും ഇസ്രയേലിൻ്റെ കൂടെ പിന്തുണ കൊണ്ടുവന്ന് ഈ ഗസയിലെ ജനങ്ങൾക്ക് എന്ന രീതിയിൽ ഹമാസിനെ സംരക്ഷിക്കാനാണോ എന്നൊരു സംശയം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല.
മാത്രമല്ല ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആളുകളെ പുറത്താക്കാനായിട്ട് ഇറാൻ തീരുമാനിച്ചു എന്നതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നു. അതായത് നിർണായകമായ അമേരിക്ക ഇറാൻ ചർച്ച നടക്കാതിരിക്കണമെന്ന് അയത്തുള്ള അലി ഖമനൈ ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ചർച്ച അലസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രോബ്ലം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ മറുവശത്ത് ഗാസയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോർദാൻ രാജ്ഞി റാനിയ ജോർജിയ മെലോനി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയാണ്. മാത്രമല്ല ഗസയിലെ 39,000-ത്തിലധികം കുട്ടികൾക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് നഷ്ടമായ സ്ഥിതിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജോർജിയ മെലോനിയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം മെലോനിക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സിമ്പതിയൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന അനാഥ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം. അതുപോലെ തന്നെ ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ മെഡിസിൻ, പാർപ്പിട സൗകര്യങ്ങൾ ഇതൊന്നും ഇല്ല എങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് അത് നൽകണമെന്നൊക്കെ തന്നെ ജോർജിയ മെലോനിയും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഒരു നിലപാട് കൊണ്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു, ആ ഭരണാധികാരിക്ക് എന്ത് നാണക്കേടുണ്ടായോ അതിന് സമാനമായ ഒരു നാണക്കേട് ഒരുപക്ഷെ ജോർജിയ മെലോനിക്കും സംഭവിക്കുമായിരിക്കും. ഗസയെ രക്ഷിക്കാനുള്ള ഈ ഒരു നീക്കത്തിൻ്റെ പുറത്ത് ഇറ്റലി ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ഹമാസിനെ തീർക്കാതെ ഗസയിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കാതെ ഇസ്രയേൽ അവരുടെ നടപടികൾ, യുദ്ധങ്ങൾ, അറ്റാക്കുകൾ ഇതൊന്നും തന്നെ നിർത്തുകയില്ല. കാരണം ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ട്രിപ്പാണ്. ശക്തമായ ആക്രമണം നടത്തിയാൽ ഒരാഴ്ച കൊണ്ട് ഇസ്രയേലിന് ആ മേഖല ഒഴിപ്പിക്കാൻ പറ്റും. പക്ഷേ സാധാരണക്കാരായ പലസ്തീൻ ജനതയെ കൊല്ലരുത് അല്ലെ അവരെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നതുകൊണ്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താത്തത്. പക്ഷേ ഈ ഇറാനുമായിട്ട് അമേരിക്ക നടത്തുന്ന ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് വൻ അറ്റാക്ക് ഗസയിലേക്കുണ്ടാകും. ഗസ പൂർണ്ണമായും ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യം കൂടിയാണ്. എന്തായാലും ജോർജിയ മെലോനിയുടെയും റാനിയുടെയും ഇടപെടൽ ഈ സംഘർഷാവസ്ഥയിൽ വളരെ ഗൗരവത്തോടെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.